അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇൻസ്റ്റഗ്രാം റീൽസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ടിക്ടോക്ക് എന്ന സംഭവം നിരോധിച്ചിട്ട് ഏതാനും നിമിഷങ്ങൾക്കും നമ്മുടെ ഈ ഒരു ഇൻസ്റ്റഗ്രാമിൽ റീൽസ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ നമ്മുടെ മാർക്ക് സുക്കർബർഗ് കൊണ്ടുവന്നിട്ടുണ്ട്. ടിക്ടോക്കിൻ്റെ അത്ര തന്നെ എത്തിയില്ലെങ്കിലും പക്ഷേ ടിക്ടോക്കിന് ഏകദേശം ടിക്ടോക്കുമായി സാമ്യമുള്ള ഒരു സംഭവമാണ് ഇൻസ്റ്റഗ്രാം റീൽസ് എന്ന് പറയുന്ന സംഭവം. ഇൻസ്റ്റഗ്രാം റീൽസ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യാം, നമ്മൾ ഫുൾ അപ്ഡേറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റഗ്രാം നമ്മൾ ഓപ്പൺ ചെയ്യാം. ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് മുകളിൽ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ക്യാമറ ബട്ടൺ കാണാൻ പറ്റും. നമ്മുടെ ഹോമിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ, ഇൻസ്റ്റഗ്രാമിൻ്റെ ഹോമിലാണ് ഉള്ളതെങ്കിൽ നമ്മുടെ മുകളിൽ ലെഫ്റ്റ് സൈഡിൽ ക്യാമറ എന്ന ബട്ടൺ കാണാൻ പറ്റും. ഓക്കെ, ക്യാമറ എന്ന ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ. ഓക്കെ, ക്യാമറ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ക്യാമറ ആ ഒരു സംഭവം വരും. ഇനി അതിൽ താഴെ സ്റ്റോറിയിലാണ് ഓപ്പൺ ചെയ്യുക. ക്യാമറ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റോറിയിലാണ് ഓപ്പൺ ആവുക. ഇനി അതിൻ്റെ ജസ്റ്റ് റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും റീൽസ് എന്ന് കാണാൻ പറ്റും. ഓക്കെ, ഏറ്റവും താഴെയായിട്ട് റൈറ്റ് സൈഡ് ഈ സ്റ്റോറീൻ്റെ റൈറ്റ് സൈഡിൽ റീൽസ് എന്ന് കാണാൻ പറ്റും. ആ റീൽസിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കാം. റീൽസിൽ ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ നമ്മൾ റീൽസിൻ്റെ ഒരു പേജ്, ഒരു വിൻഡോ ഓപ്പണായി വരും. ഇങ്ങനെയാണ് റീൽസിൻ്റെ ഒരു ക്യാമറ തന്നെ ഓപ്പൺ ആയിട്ടാണ് വരിക. ആ ടൂൾസിൽ ഏറ്റവും ഫസ്റ്റ് നമുക്ക് കാണുന്നത് മ്യൂസിക് ടൂൾ. അത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് അതിൽ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ജസ്റ്റ് താഴെ, അതിൻ്റെ നേരെ താഴെ നമ്മൾ സ്പീഡിൻ്റെ ടൂളാണ്, നമുക്ക് ഇഷ്ടമുള്ള സ്പീഡ്. അതിന് നേരെ താഴെ നമുക്ക് എഫക്ട്സ് കാണാൻ പറ്റും. അതിൻ്റെ ജസ്റ്റ് താഴെ നമുക്ക് ടൈം സെറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് അതിലെ ടൂൾസ് വന്നിട്ടുള്ളത്. അപ്പം ടിക്ടോക്കുമായിട്ട് ജസ്റ്റ് ഒരു സാമ്യമുള്ള ഒരു സംഭവമാണിത്. ഇത് നമുക്ക് സെൻറ്ററിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ബാക്ക് സൈഡിലേക്ക് പോയി നമ്മുടെ ഹോമിൽ തന്നെ ജസ്റ്റ് ബാക്കിലോട്ട് പോയിട്ട് നമ്മുടെ ഹോമിൽ താഴെ രണ്ടാമത്തെ ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഓപ്ഷനിൽ എടുത്താൽ പിന്നെ നമുക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ടിക്ടോക്കിൽ കാണുന്ന പോലെ തന്നെ വീഡിയോസ് ഇതിൽ നമ്മൾ മുകളിലോട്ട് സ്ക്രോൾ ചെയ്താൽ മതി. ഓക്കെ, അതേ സെയിം ഇതിൽ ഓരോ ആൾക്കാർ റീൽസിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഒക്കെ ടിക്ടോക്കുമായിട്ട് നല്ലൊരു സാമ്യമുള്ളൊരു സംഭവമാണ് നമ്മുടെ മാർക്ക് സുക്കർബർഗ് റീൽസിൽ പുതിയ ഫീച്ചറായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ജസ്റ്റ് റീൽസിനെ കുറിച്ച് എങ്ങനെയാണ് റീൽസ് യൂസ് ചെയ്യുക എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും ടാറ്റ.